സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയുടെ മ്യൂസിക് സ്കൂളാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നാണ് രാധികയുടെയും കുട്ടികളുടെയും ആ കലാപരിപാടിയും ഈവൻറ്റും ഒക്കെ നടക്കുന്ന ദിവസം. അങ്ങനെ അവിടേക്ക് കുറേ ആളുകളൊക്കെ ശ്യാമയും അമൃതയും അവിടുത്തെ ഓർഗനൈസേഴ്സൊക്കെ ചേർന്ന് ക്ഷണിച്ച പ്രകാരം എല്ലാ ഗസ്റ്റുകളും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫിദയുടെ വേഷത്തിലാണ് ശ്യാമ അവിടെ നിൽക്കുന്നത്. അന്നേരം അമൃത ശ്യാമയോട് പറയണേ, അല്ല ശ്യാമേ, ഇവിടെ വരുന്നവരെല്ലാം ശ്യാമ മാഡം എവിടെയെന്നാണ് അന്വേഷിക്കുന്നത്. അവരോടൊക്കെ ശ്യാമ ഒരു പരിപാടിയുടെ തിരക്കിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ശ്യാമ പറയണേ, തൽക്കാലം അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, അല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. ഇന്നത്തെ ഈ പരിപാടിയിൽ കുറേ ചീഫ് ഗസ്റ്റുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് എൻ്റെ മോള് തന്നെയല്ലേ, അവളുടെ നൃത്തമല്ലേ. അമൃതയെടുത്തി നമുക്ക് അവളുടെ അരികിലേക്ക് പോകാം, അവളിപ്പോൾ റെഡിയായി കാണില്ലേ. അങ്ങനെ പറഞ്ഞ് അമൃത ശ്യാമക്കൊപ്പം രാധികയുടെ റൂമിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം രാധികയും കുട്ടികളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഫിദ മാഡം വരുന്നത് കാണുന്നതും രാധിക എണീറ്റ് ഫിദയുടെ അരികിലേക്ക് പോകുക. മാഡം എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നല്ലാതെ എൻ്റെ മോൾ ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. മോളെ എല്ലാം നല്ലപോലെ തന്നെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടില്ലേ? ഒക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരും കൊട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ടാകും. മാഡം എനിക്ക് വേണ്ടി ഇതുപോലെ ഇത്ര വലിയൊരു ഇവൻ്റ് സംഘടിപ്പിച്ചതല്ലേ, അപ്പോൾ അത് ഏറ്റവും മനോഹരമാക്കിയിട്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്വമല്ലേ. അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, കുട്ടികളെല്ലാവരും നല്ലപോലെ തന്നെ നൃത്തം ചെയ്യും. അമ്മേനെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞ് രാധിക ഫിദയുടെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ്. അന്നേരം ശ്യാമക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. ശ്യാമ രാധികയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹമൊക്കെ കൊടുക്കുവാണ്. പിന്നീട് രാധിക നേരെ അമൃതയുടെ കാലിലും വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ്. അന്നേരം അമൃത നന്നായി വരുമെന്ന് പറഞ്ഞ് രാധിക അനുഗ്രഹിക്കുക. എന്നാൽ ശരി, മോൾ റെഡി ആയിക്കോ, ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ശ്യാമയും അമൃതയും കൂടി അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സ്റ്റേജിലെ മുമ്പിലത്തെ കസേരയിൽ തന്നെ ഇരിക്കുന്ന വരുണിനെയും പ്രിയങ്കേനെയാണ് കേട്ടോ. പ്രിയങ്കക്കാണെങ്കിൽ ഈ പരിപാടിക്ക് വരാൻ തീരെ താല്പര്യമില്ല. പിന്നെ വരുൺ നിർബന്ധിച്ചപ്പോൾ കൂടെ വന്നേ ഉള്ളൂ. പ്രിയങ്ക പറയണേ, ഈ കുട്ടികൾക്കൊപ്പമുള്ള ഡാൻസും പാട്ടൊക്കെ കണ്ടുകണ്ട് ബോറടിച്ചിരിക്കുവാണ്. അന്നേരം വരുൺ പറയണേ, അത് കലേനെ കുറിച്ച് നൃത്തത്തിൻ്റെ മഹത്വമൊന്നും അറിയാത്തവരാണ് തനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഈ സമയം ശ്യാമയും അമൃതയ്ക്ക് സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ്. അന്നേരം അമൃത പറയുന്നുണ്ട്, ദേ വരുൺ മുമ്പിലത്തെ നിരയിൽ തന്നെ ഉണ്ടല്ലോ, രാധിക മോൾക്കിനി അതെന്തെങ്കിലും ഡിസ്റ്റർബൻസോ മറ്റോ ആകുമോ? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും വരുണും പ്രിയങ്കയും കൂടി അന്ന് പോയി കണ്ട ആ ഒരു ഡയറക്ടർ ഇന്ദ്രജിത്ത് ഉണ്ടല്ലോ, അയാളുടെ അസിസ്റ്റൻറ്റും കൂടി അവിടെ എത്തുന്നത്. അങ്ങനെ അവർ അമൃതയോടും ഫിദ മാഡത്തോടും സംസാരിക്കുക. അയാൾ ശ്യാമേനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ശ്യാമ അപ്പോൾ മറ്റൊരു പരിപാടിയുടെ തിരക്കിലാന്ന് പറഞ്ഞ് അയാളുടെ സ്റ്റേജിലേക്ക് പോയിരിക്കാൻ പറയുവാണ്. ഈ സമയം പ്രിയങ്ക ആ ഡയറക്ടർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് വരുണിനോട് പറയുവാണ് കേട്ടോ. വരുൺ എന്നാൽ വലിയ കുലകമൊന്നുമില്ല കേട്ടോ. പ്രിയങ്കയാണെങ്കിൽ ഡയറക്ടറിനെ കാണുന്നത് വലിയ എക്സൈറ്റഡ് ആവുകയാണ്. ഈ സമയം ഡയറക്ടർ മുമ്പിലത്തെ നിരയിലേക്ക് വന്ന് വരുണിൻ്റെ അരികിരിക്കുവാണ്. അങ്ങനെ വരുണിനെ കാണുന്നതും കൈ കൊടുക്കുക. അന്നേരം വരുൺ പറഞ്ഞേ, നമ്മളിപ്പോൾ അടിക്കടി കാണുന്നുണ്ടല്ലോ. അതെ, ഹലോ സാർ എന്നും പറഞ്ഞ് പ്രിയങ്കയും ഡയറക്ടറോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങുവാണ്. മുരളിക സ്കൂളിൻ്റെ അഭിമാനമായിട്ട് രാധിക ടീച്ചറും കുട്ടികളും ചേർന്ന് പെർഫോം ചെയ്യുന്ന രാധാകൃഷ്ണ നൃത്തമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അനൗൺസ്മെൻ്റൊക്കെ പറയുവാണ്. അതിനുശേഷം രാധികയും കൃഷ്ണൻ്റെ വേഷം അഭിനയിക്കുന്ന കുട്ടിയും അതുപോലെ ബാക്കി കുട്ടികളും എല്ലാം സ്റ്റേജിലെത്തുകയും ഡാൻസ് ആരംഭിക്കുകയും ചെയ്യുവാണ് കേട്ടോ. ഈ സമയം രാധികയുടെ ഡാൻസ് കണ്ട് അതിൽ ലയിച്ചിരിക്കുവാണ് വരുൺ. ശ്യാമയും അമൃതയും ഇന്ദ്രജിത്തും എല്ലാവരും രാധികയുടെ ഡാൻസ് ആസ്വദിക്കുവാണ് കേട്ടോ. പ്രിയങ്കയ്ക്കാണെങ്കിൽ ഇതൊന്നും അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഡാൻസിൻ്റെ ഇടയിൽ വരുണും താനും രാധികയും ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. രാധിക ഓടി വന്ന് തുളസിമാല വരുണിൻ്റെ കഴുത്തിലിടുന്നതും അതേപോലെ വരുൺ രാധികയുടെ കഴുത്തിൽ മാല ഇടുന്നതും അങ്ങനെ രാധികയെ ചേർത്ത് പിടിച്ച് ഡാൻസ് കളിക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ട് വരുൺ ആകെ സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവരും കൈയടിക്കുവാണ്. അങ്ങനെ എല്ലാവരുടെയും ആ ഒരു അഭിപ്രായവും കൈയടിയൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധികയും കുട്ടികളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ഫിദ അങ്ങോട്ടേക്ക് വരുമ്പോൾ രാധിക ഫിദയുടെ അരികിലേക്ക് ഓടി ചെല്ലുക. അമ്മേ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഡാൻസ്? ഒന്നും പറയാനില്ല മോളെ, സൂപ്പറായിരുന്നു. എല്ലാവരും മോളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവർക്കും മോളുടെ ഡാൻസ് ഒത്തിരി ഇഷ്ടമായി. അമ്മയുടെ മനസ്സ് നിറഞ്ഞു. ഇവിടെ വന്ന പല ഗസ്റ്റുകളും മോൾ അന്വേഷിക്കുന്നുണ്ട്. മോൾ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ശരിയമ്മേ, സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയോട് നന്ദി പറയേണ്ടത് ഇത്തരം വലിയൊരു അവസരം എനിക്കൊരുക്കി തന്നതിന്. അതിന് മോൾ എന്നോട് നന്ദിയൊന്നും പറയണ്ട, അത് ഈ അമ്മയുടെ കടമ തന്നെയല്ലേ. മോളിച്ചല്ലേ, ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. അങ്ങനെ രാധിക ഡ്രസ്സ് മാറാനായിട്ട് റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം വരുണാണെങ്കിൽ പെട്ടെന്ന് വന്ന് രാധികയെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. അന്നേരം രാധിക പേടിച്ചു പോകുക. ഈ സമയം വരുൺ പറയണേ, നന്നായിരുന്നു തൻ്റെ ഡാൻസ്. താൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമായിരുന്നു. ഇന്ന് താൻ അവിടെ കളിച്ചത് നമ്മുടെ രണ്ടാളുടെയും ജീവിതം, നമ്മുടെ പ്രണയമാണ്. കൃഷ്ണൻ്റെ രാധികയുടെ പ്രണയം പോലെ നമ്മുടെ പ്രണയവും ഒരിക്കൽ പൂത്തുലയും.
രാധാകൃഷ്ണൻ്റെ സ്വന്തമായതുപോലെ ഈ രാധിക എന്നേക്കുമായിട്ട് വരുണിൻ്റെ സ്വന്തമായി മാറും. വരുൺ വിട്, എനിക്ക് പോകണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ശരി, താൻ പൊക്കോ. തൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള പ്രണയമുണ്ടല്ലോ, അത് എന്നും എനിക്ക് വേണം. എന്നാൽ ശരി, പൊക്കോ. അങ്ങനെ രാധിക അവിടെ നിന്നും പോകുവാണ്. രാധിക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അതുവഴി പോകുമ്പോഴായിക്കോട്ടോ അവിടെ ഡാൻസ് കളിച്ച ഒരു കുട്ടി അവിടെ ഇരുന്ന് കരയുന്നത് രാധിക കാണുന്നത്. ഈ സമയം അതുവഴി വന്ന ഇന്ദ്രജിത്തും ഈ കാഴ്ച കാണുന്നുണ്ട്. അങ്ങനെ അയാളത് നോക്കി നിൽക്കുമായിരിക്കും. അന്നേരം രാധിക ഉണ്ണിമായുടെ അരികിലേക്ക് ഓടി ചെല്ലുക. അയ്യോ, എന്തു പറ്റി, മോളെന്തിനാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത്? അന്നേരം ആ കുട്ടി സങ്കടത്തോടെ പറയണേ, അത് പിന്നെ ടീച്ചറിനെ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു തന്നതല്ലേ, എന്നിട്ടും ഞാൻ ഡാൻസിനിടെ തെറ്റിച്ചില്ലേ, അത് കാരണം ടീച്ചറിന് നാണക്കേടായില്ലേ. അന്നേരം രാധിക പറഞ്ഞേ, അയ്യേ, ആരാ പറഞ്ഞത് ടീച്ചറിനെ നാണക്കേടായിന്ന്? ഞാനേ ഡാൻസൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ഡാൻസിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാവർക്കും നമ്മുടെ ഡാൻസ് ഒത്തിരി ഇഷ്ടമല്ലോ. ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർ ആരെയാണ് നോക്കിയത്? ഉണ്ണിമായയല്ലേ. ചിലരൊക്കെ ഡാൻസ് ഇറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു ഉണ്ണിമായയുടെ കാര്യം. ഉണ്ണിമായ എൻ്റെ അനിയത്തിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന്. രണ്ടാളും ഒരുപോലെ ഡാൻസ് കളിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ടീച്ചർ. പിന്നെ അല്ലാതെ അവിടെയുള്ള എല്ലാവരെക്കാളും നന്നായിട്ട് കളിച്ചത് ഉണ്ണിമോൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടികൾക്കും കൊടുക്കാത്ത ഒരു സമ്മാനം ഞാൻ ഉണ്ണിമോൾക്ക് തരാൻ പോകുക. അങ്ങനെ പറഞ്ഞ് ഉണ്ണിമോളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുവാണ്ടോ രാധിക. അങ്ങനെ ആ കുട്ടിക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. ഇതെല്ലാം കണ്ട് ഇന്ദ്രജിത്തിന് ഭയങ്കര സന്തോഷമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണും പ്രിയങ്കയും ശ്യാമ അമൃതയൊക്കെ നിൽക്കുന്നിടത്തേക്ക് രാധിക വരുവാണ് കേട്ടോ. അന്നേരം ശ്യാമ ചോദിക്കണേ, അല്ല മോളിത് എവിടെ പോയതാ? ഞാൻ ഉണ്ണിമോളെയും കുട്ടി ഇങ്ങോട്ട് വരുമായിരുന്നു. ഈ സമയം ഇന്ദ്രജിത്തും അസിസ്റ്റൻറ്റ് ഡയറക്ടറും അങ്ങോട്ടേക്ക് വരുവാ. എന്നാൽ പിന്നെ ശരി മാഡം, ഞാനിവിടുന്ന് പോകുവാണ്, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ശ്യാമ മാഡത്തെ കാണുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. ആ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ പുതിയ സിനിമയ്ക്ക് ഞാൻ പേരിട്ടു പുനർജന്മം. ഇതിൽ അമ്മ മകൾ ബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത്. നായിക ഡബിൾ റോളിൽ അഭിനയിക്കുന്നത്. നാളെ സമൂഹ മാധ്യമങ്ങളിലൂടെ എൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പേര് ഞാൻ അനൗൺസ് ചെയ്യാനായിട്ട് പോകുക. അതൊക്കെ കേട്ട് പ്രിയങ്ക ഒത്തിരി ത്രില്ലിലിരിക്കുവാണ് കേട്ടോ. അന്നേരം ഇന്ദ്രജിത്ത് പറയുന്നുണ്ട്, അതിലുള്ള നായികയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നായിക ഇവിടെ തന്നെയാണ് ഉള്ളത്. അന്നേരം അമൃത ചോദിക്കണേ, ഇവിടെ തന്നെയോ? ആ അതെ, എൻ്റെ പുതിയ സിനിമയായ പുനർജന്മത്തിൽ നായികയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഈ നിൽക്കുന്ന രാധികയെ തന്നെയാണ്. അത് കേൾക്കുന്നതും രാധികയും പ്രിയങ്കയും വരുണും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുവാണ്. ഈ സമയം ഫിദക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സത്യമാണ് ഈ പറയുന്നത്. അതെ, ഇവിടെ വെച്ച് രാധികയെ ഞാൻ കണ്ടപ്പോൾ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഈവൻറ്റിൽ പങ്കെടുക്കാൻ തോന്നിയത് എൻ്റെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സമയം പ്രിയങ്ക ചോദിക്കണേ, അല്ല സാർ, ഇന്നലെ സ്ക്രീനിങ് ഒക്കെ എൻ്റെ പേരിലല്ലേ നടത്തിയത്? അന്നേരം ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് സാറും പറഞ്ഞതല്ലേ? അന്നേരം അയാൾ പറയുക, അത് ശരിയാ, പ്രിയങ്ക നന്നായിട്ട് അഭിനയിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ രാധികയാണ് കൂടുതൽ മാച്ചായിട്ട് തോന്നുന്നത്. എൻ്റെ അടുത്ത സിനിമയിൽ ഞാൻ പ്രിയങ്കയ്ക്കൊരു ചാൻസ് തരാം. അല്ല, രാധിക എന്താ ഒന്നും പറയാത്തത്? രാധികക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലേ? ഈ സമയം വരുൺ മനസ്സിൽ പറഞ്ഞേ, ഇയാളെന്താണെങ്കിലും അഭിനയിക്കാനൊന്നും പോവില്ല, അതുറപ്പാ എന്ന് പറഞ്ഞ് വരുൺ ടെൻഷനോട് കൂടി രാധിക തന്നെയാണ് നോക്കുവാണ്ടോ. ഈ സമയം പ്രിയങ്ക കാണുമെങ്കിൽ ദേഷ്യം വരുവാണ്. ഇവരാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും തടസ്സം എന്നും മനസ്സിലാലോചിച്ച് പ്രിയങ്ക നിൽക്കുവാണ്. ഈ സമയം അമൃത ഫിദയും രാധികയോട് ചോദിക്കുക, എന്താ മോളൊന്നും പറയാത്തത്? ഇന്ദ്രജിത്ത് സാറിനെ പോലെ ഇത്ര വലിയൊരാളുടെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമല്ലേ? മോൾ എന്തെങ്കിലും ഒന്ന് പറയാം. ഈ സമയം രാധിക ഒന്ന് വരുണിനെ നോക്കുവാണ്. എന്നിട്ട് ഇന്നലെ പ്രിയങ്കയുടെ സ്ക്രീനിങ്ങിൻ്റെ സമയത്ത് വരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുവാണ്ടോ രാധിക. പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കുന്നതോടെ അവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും, എന്നിട്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കും രാധിക. ഈ സമയം ഇന്ദ്രജിത്ത് വീണ്ടും ചോദിക്കുക, എന്താ രാധിക, സിനിമയിൽ അഭിനയിക്കാൻ രാധികയ്ക്ക് സമ്മതമാണോ? അന്നേരം രാധിക സമ്മതമാണെന്ന് പറയുവാണ് കേട്ടോ. അത് കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് വരുൺ. കാലിപ്പൂണ്ട് നിൽക്കുവാണ് പ്രിയങ്കയും. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ ദേഷ്യത്തോടെ തിരിച്ചെത്തിയുണ്ടോ പ്രിയങ്ക. അങ്ങനെ പ്രിയങ്ക അവിടെ എത്തി അവിടെയുള്ള സാധനങ്ങളെല്ലാം ദേഷ്യത്തിൽ മതിലേക്ക് എറിഞ്ഞു പൊട്ടിക്കുവാണ്. ഈ സമയം ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് മുത്തശ്ശിയും യശോദയൊക്കെ അങ്ങോട്ടേക്ക് വരിക. എന്താ നീ ചെയ്യുന്നത്? അന്നേരം മുത്തശ്ശിക്കണേ, എന്താ പ്രിയങ്ക മോളെ, എന്താ കാര്യം? നശിഞ്ഞു, എല്ലാം നശിഞ്ഞു, എൻ്റെ ജീവിതം നശിപ്പിച്ചു, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ചവിട്ടി അരച്ചു. നീ എന്തൊക്കെയാണ് പറയുന്നത് മോളെ? മുത്തശ്ശി ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ ജീവിതം ആര് നശിപ്പിക്കാനാ? മുത്തശ്ശി ഒന്നും പറയണ്ട. ഇതുപോലെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് എൻ്റെ ജീവിതം ശരിയാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എല്ലാവരും കൂടി എന്നെ തോപ്പിക്കാൻ ശ്രമിക്കുക, സമ്മതിക്കില്ല ഞാൻ ഇതിന് എന്നും പറഞ്ഞ് ദേഷ്യത്തിലവിടെ ഇരിക്കുവാണ് പ്രിയങ്ക. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്